നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമ. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ മനുഷ്യൻ്റെ ജന്മജന്മാന്തരങ്ങളിലുള്ള അവസ്ഥകളും മനുഷ്യൻ അല്പായുസാണെന്നുള്ള ചിന്തകളില്ലാതെ ജീവിക്കുന്ന മനുഷ്യനെയും പറ്റി പല പല വരികളിലായി പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് കവി പറയുന്നത് ശ്രദ്ധിക്കാം. കലമെന്നു കലിയുഗമായതും ഭരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു കൂടും പുരുഷാർത്ഥമെന്നതും ഇന്നു തെറ്റിയാൽ ഇത്ര എളുപ്പമായി എന്നു മേലിൽ ഈ വണ്ണം വരുമെന്നും ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവിനെല്ലാവരും. ഇപ്പോൾ നാം 290 വരികളാണ്, 290ാമത്തെ വരിയാണ് ഇപ്പോൾ ചൊല്ലി നിർത്തിയത്. ഇതിൻ്റെ അർത്ഥം നാം കുറേയൊക്കെ കവി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ ഭാരതഖണ്ഡത്തിൻ്റെ കാര്യവും അതിൻ്റെ വലിപ്പവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞെന്നാലും കുറച്ചുകൂടി വിശദമാക്കുകയാണ് കവി. ഇന്ന് നാം ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. ഭാരതഖണ്ഡം വലിയതാണ്, മഹാത്മ്യമേറിയതാണ്. ആ ഭാരതത്തിൽ വന്നു ജനിച്ചിട്ടും നാം നമ്മുടെ ജന്മം ഇന്ന് വരെ പാഴാക്കി കളഞ്ഞിരിക്കുകയാണ്. നാം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണെന്നറിയാതെ, നാം ആര് എന്നറിയാതെ, അതിനുത്തരം തേടാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ ആയുസ്സുണ്ടെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാതെ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്. ഭഗവൻ നാമ സങ്കീർത്തനത്താൽ പുരുഷാർത്ഥം ലഭിക്കാൻ സാധ്യമാണ്. ഈ അവസ്ഥയെല്ലാം പാഴാക്കിയാൽ ഇത്രയും അനുകൂലമായ സംഗതികളിന് മേലിൽ ഇത്ര എളുപ്പത്തിൽ ലഭിച്ചു കൊള്ളണം എന്നില്ല. കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിൻ്റെ പ്രസക്തി എന്താണെന്നും മോക്ഷപ്രാപ്തി ലഭിക്കാനുള്ള നമ്മളെല്ലാം പാഴാക്കി കളഞ്ഞാൽ ഇനി ലഭിക്കണം എന്നില്ല. ഇനിയും നരകത്തിൽ ചെന്ന് പതിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഭയാവഹമാണ്. ഈ കാര്യങ്ങളാണ് ഇന്ന് നാം മനസ്സിരുത്തി നിരൂപണ രീതിയിൽ ചിന്തിക്കേണ്ടത്. നിരൂപണ രീതിയിൽ ഇതിനെ കണ്ട് അത് മനസ്സിലാക്കി നാം എന്ത് ചെയ്യണം, എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നൊക്കെ മനസ്സിലാക്കി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കവി സൂചിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും കാലം കളയാതെ വൈകുണ്ഠത്തിലേക്ക് പോകുവാനാണ് ഉള്ള മാർഗത്തെ അവലംബിച്ചു കൊള്ളുവാനാണ് കവി പറയുന്നത്. മുൻവരികളിൽ വിസ്തരിച്ച സംഗതികൾ തന്നെയാണ് സംഗ്രഹിച്ച് വീണ്ടും പറയുന്നത്. മഹാത്മ്യമേറുന്ന ഭാരതഖണ്ഡത്തിൽ കലിയുഗത്തിൽ മനുഷ്യജന്മം ലഭിച്ചിട്ട് പോലും നാം ആ അനുകൂല സാഹചര്യങ്ങൾ വേണ്ടവിധം ഉപയോഗപ്പെടുത്താതെ ദിവസം എത്രയും പാഴാക്കിക്കളഞ്ഞു. ഇനി എത്ര നാൾ ഇരിക്കും എന്ന് പറയാൻ സാധ്യമല്ല. ഇന്ന് ഈശ്വര സേവ ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ട്, നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാമസങ്കീർത്തനം കൊണ്ട് തന്നെ പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ സമ്പാദിക്കുവാൻ എല്ലാം കൊണ്ടും പറ്റിയ അവസരം ഇതാണ്. ഈ അവസരം പാഴാക്കിയാൽ ഈ അനുകൂല സാഹചര്യങ്ങൾ ഇനി എത്ര എളുപ്പത്തിൽ ലഭിച്ചു കൊള്ളണമെന്നില്ല.
ഈ അനുകൂല ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തി ഈശ്വര സേവ നടത്താതിരുന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന നരകവാസത്തെയും നരകയാതനകളെയും കണക്കിലെടുത്ത് കാലം കളയാതെ നാമസങ്കീർത്തനമാകുന്ന മുക്തിമാർഗത്തെ അവലംബിച്ച് വൈകുണ്ഠത്തിൽ പോയിക്കൊള്ളുവാൻ കവി ആഹ്വാനം ചെയ്യുകയാണ്. കവിയുടെ അഭിപ്രായത്തിൽ വൈകുണ്ഠഗമനം വളരെ എളുപ്പമായ ഒന്നാണ്. പക്ഷേ നിർദ്ദിഷ്ടമായ മാർഗം സ്വീകരിക്കണമെന്ന് മാത്രം. അതിനുള്ള മാർഗം നാമസങ്കീർത്തനം, ഈശ്വര ആരാധന മാത്രമാണ് ഈ കലിയുഗത്തിൽ നിന്ന് ഇതിനു മുമ്പും കവി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നാം എല്ലാവരും നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യപരമായ ഈ സമയത്ത് അത് ഉപയോഗപ്പെടുത്തി മോക്ഷപ്രാപ്തിക്ക് കലിയുഗത്തിൽ നാമസങ്കീർത്തനം അത് ചെയ്യുക, ഈശ്വര ആരാധന നടത്തുക. അത് മാത്രമാണ് നമ്മുടെ പോംവഴി. ആ സമയം പാഴാക്കി കളയരുതെന്ന് കവി വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം നേരുന്നു. നമസ്കാരം. ശുഭസുദിനം.